ആറാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ തൻവയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ മാത്സ്, അവൻ വന്നിട്ട് നമ്മുടെ തൻവയോടൊരു ചാൻസ് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ലേറ്റും ആൽമണ്ടും കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ തൻവ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ മാത്സ് നമ്മുടെ തൻവേനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത് പീക്ക് കണ്ടുകൊണ്ട് വരും. ഇവിടെ വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പീക്കും തൻവ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആൽമണ്ട് കഴിക്കാതെ പോവാണ്. കഴിക്കാൻ പറഞ്ഞിട്ട് അവനത് കേട്ടുപോലുമില്ല. ആ രീതിയിലാണ് അവൻ അവിടെ ഡെസ്പായിട്ട് പോകണം. അപ്പോൾ ലേറ്റ് വരുമ്പോഴേക്ക് ലേറ്റിനോട് എല്ലാവരും ചോദിക്കും എന്ത് പറ്റി ഓക്കെ ഇല്ല. അപ്പോൾ അവൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല എന്ന് പറയും. സിറ്റിയിൽ വരെ നമ്മുടെ ആൽമണ്ട് ഡെസ്പായിട്ട് നടക്കുകയാണ്. അപ്പോൾ ലേറ്റ് പോയി പറയുന്നുണ്ട് സോറി നീയാണ് ആ ക്ലിപ്പ് എടുത്തതെന്ന്, ഞാൻ നിന്നെ ബ്ലെയിം ചെയ്യുന്നതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജമ്പർ വന്ന് ആൽമണ്ടിനെ അടിക്കുകയാണ്. നീയല്ലേ ആ വീഡിയോ എടുത്തത്, നിനക്കിപ്പോൾ സമാധാനമായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആൽമണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജമ്പർ പറയും വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ ലേറ്റ് പറയും അവനല്ല അത് ചെയ്തത്, നീ അവൻ പറയുന്നത് കേൾക്കാനൊന്നും സമ്മതിക്കെന്ന് പറയുമ്പോഴേക്കും ജമ്പർ പറയും തെളിവ് ഇവനെ എഗെയിൻസ്റ്റ് ആണ്, കാരണം ഇവൻ കൊണ്ടുവന്ന് എൻ്റെ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, നീ അല്ലാതെ അവിടെ ആരും വന്നിട്ടില്ല, നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തല്ലുകൂടുകയാണ്. നമ്മുടെ ആൽമണ്ട് പറയുന്നതൊന്നും ജമ്പർ കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെ ആൽമണ്ടിന് സങ്കടം വന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവനെ സമാധാനിപ്പിക്കാൻ ലേറ്റും പുറകെ പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി വെറുതെ ഇരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ തൻവ പീക്കിനോട് ചോദിക്കുന്നുണ്ട് നമുക്കൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ അന്ന് പറയാൻ വരുമ്പോഴേക്കും തന്നെ ജെനി പറയാണ് എനിക്ക് ഷോപ്പിങ്ങിന് പോകണം, നീ കൂടെ വന്നോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പീക്ക് പറയുന്നുണ്ട് ഇന്ന് പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും അവൾ പറയുന്നുണ്ട് പ്ലീസ് പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് വരൂ, നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുമ്പോഴും അവൻ നോ പറയുകയാണ്. ഇനി പറയുന്നുണ്ട് നിനക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തോളാൻ പറയുമ്പോൾ അവൻ ഓക്കെ വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിന് പോവാണ്. ഇത് കണ്ടുകൊണ്ട് തൻവ ഇരിക്കുന്നുണ്ട്. തൻവക്കൊരു മെസ്സേജ് ഫോണിലേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജെനി ആണെങ്കിൽ ഷോപ്പിംഗ് മോളിൻ്റെ അവിടെ കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പീക്കിനകത്തേക്ക് വിടുകയാണ്. ആ ഷോപ്പിംഗ് മോളിൽ തന്നെ ആയിരിക്കും നമ്മുടെ തൻവയും അവൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ വന്നേക്കുന്നത്. തൻവ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എക്സ് ബോയ് ഫ്രണ്ട് പറയും നിനക്ക് വേണ്ടി ഞാൻ ക്യാപ്പച്ചീനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൻവ പറയും ഞാനിവിടെ ഫുഡ് കഴിക്കാനൊന്നുമല്ല വന്നത്, നീ കാര്യം പറയുമ്പോൾ അവൻ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ പിരിയാൻ വയ്യ, നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന് പറയും. ഇത് നമ്മുടെ ജെനി പുറത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാത്സ് പറയാണ് പ്ലീസ് എൻ്റെ ഒപ്പം തന്നെ നീ നിൽക്കും, ഞാൻ ഇനി അങ്ങനെ ബിഹേവ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും തൻവ പറയുന്നുണ്ട് എനിക്ക് നിന്നെ വിശ്വാസമില്ല, കാരണം നീ നല്ല രീതിക്ക് നുണ പറയുന്നുണ്ട്, പണ്ട് നീ നുണ തന്നെയാണ് പറയുന്നത്, നിൻ്റെ അപ്പോൾ ഇനി പാക്കപ്പായി കഴിഞ്ഞിട്ട് നീ പണ്ടത്തെ പോലെ തന്നെ കാണിച്ചാൽ എനിക്കത് ഒട്ടും മെൻ്റലി പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് എണീറ്റ് പോവുകയാണ്. അങ്ങനെ പീക്കാണെങ്കിൽ അവിടുത്തെ ഓരോ സാധനം എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ജെനി വന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം, എനിക്ക് നിന്നോട് വല്ല ഫീലിങ്സ് ഒന്നുമില്ല, നമ്മളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പോണേല്ലേ, നിനക്ക് എന്താണ് തൻവേനെ പറ്റിയുള്ള ഫീലിങ്സ് എന്ന് ചോദിക്കുമ്പോഴേക്കും അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ജെനി പറയാണ് എനിക്കറിയാം നിനക്ക് തൻവേനെ ഇഷ്ടമാണ്, നീ അത് അവനോട് തുറന്നു പറയണം, ഇനി നിനക്ക് ഒരിക്കലും ഈ ചാൻസ് കിട്ടത്തില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്. പക്ഷേ പീക്കൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജെനി പറയുന്നുണ്ട് നിനക്ക് എന്നെ കല്യാണം കഴിച്ചിട്ട് ഇഷ്ടമല്ലാത്തൊരു ജീവിതം ജീവിക്കണേനും ഭേദം നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ഷെയർ ചെയ്തിട്ട് തൻവേനോട് ഇഷ്ടമാണെന്ന് പറയാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ തൻവ അവിടെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെനി പറയുന്നുണ്ട് നീ ഒരു ലോങ് ബ്രീത്തൊക്കെ എടുത്തിട്ട് പയ്യെ പോയി അവനോട് പറഞ്ഞാൽ മതി, അവൻ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, നീ എന്തായാലും ഒന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പീക്കിനെ ഉന്തി അങ്ങോട്ട് വിടുകയാണ്. നമ്മുടെ ജെനിക്ക് അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൻവയുടെ എക്സ് ബോയ് ഫ്രണ്ടും തൻവേനെ തപ്പി അവിടെ തന്നെ വന്നിട്ടുണ്ടല്ലോ അവരെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അവൻ്റെ ട്രോളി കൊണ്ടിട്ട് കുറേ നേരം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ് ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട് നിനക്ക് ശരിക്കും വട്ടാണോ, നീ എന്തിനാണ് എന്നിങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും അവൾ മാറിപ്പോവുകയാണ്. എന്നിട്ട് ആ ട്രോളിങ് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട്. നമ്മുടെ തൻവയാണെങ്കിൽ അവിടെ എല്ലാം ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. തൻവേനെ തപ്പി പീക്ക് അവിടെ ഫുള്ള് അലയുന്നുണ്ട്. തൻവയാണെങ്കിൽ വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങളും
പയ്യെ പയ്യെ ചൂസ് ചെയ്താണ് എടുക്കുന്നത്. നമ്മുടെ മാത്സും തന്മേനെ തപ്പി അവിടെ നടക്കുന്നുണ്ട്. ജെനി വന്നിട്ട് മാത്സിൻ്റെ മേത്തേക്ക് മനഃപൂർവ്വം ട്രോൾ എടുപ്പിക്കുകയാണ്. മാത്സ് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും അനോയിങ് ആണല്ലോ എന്ന്. നമ്മുടെ തൻവ പിന്നെയും സെയിൽസിൻ്റെ ഭാഗത്ത് കൂടി നടക്കുമ്പോഴേക്കും പീക്ക് അവനെ കാണുന്നുണ്ട്. പീക്ക് ഓടി ചെല്ലുമ്പോൾ സെയിൽസിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ റഷായി നമ്മുടെ തൻവ അവിടുന്ന് മിസ്സാവുന്നുണ്ട്. അങ്ങനെ പീക്ക് തൻവേനെ തപ്പി അവിടെ ഫുള്ള് നടക്കുന്നുണ്ട്. പക്ഷേ കാണുന്നില്ല. ജെനിയുടെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. പോട്ട് സാരില്ല, നമുക്ക് അടുത്ത അവസരം നോക്കാമെന്ന് ജെനി പറയുന്നുണ്ട്. നമ്മുടെ മാത്സ് ആണെങ്കിൽ തൻവയുടെ അടുത്ത് വന്നിട്ട് അവൻ്റെ ബാഗൊക്കെ മേടിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ആൽമണ്ട് ഭയങ്കര ഡെസ്പാണ്. അവൻ നടക്കുമ്പോൾ എല്ലാവരും പറയാണ് ആൽമണ്ട് ഒരു സൈക്കോപാത്താണ്, കാരണം എങ്ങനത്തെ ഉള്ള ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. അവിടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരും ചീത്ത പറഞ്ഞ് ഓടിക്കുകയാണ്. ആൽമണ്ട് പയ്യെ വാഷ്റൂമിൻ്റെ ഉള്ളിൽ പോയി നിന്നിട്ട് കരയാണ്. അവന് കൂട്ട് ലാറ്റ് അവിടെ ഇരിപ്പുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, സാരമില്ല ആൽമണ്ടേ, ഇതെല്ലാം ശരിയാവും, നിന്നെ ഞാൻ വിശ്വസിക്കുന്നതിന് നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നെ നല്ല രീതിക്ക് വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ഞാൻ മാത്രമല്ല തൻവയും പീക്കും എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് സമാധാനിപ്പിക്കുകയാണ്. ആൽമണ്ട് നന്നായിട്ട് കരയുന്നുണ്ട്. കാരണം അവൻ്റെ ഇത്ര മോശം സിറ്റുവേഷനിൽ ലൈറ്റ് കൂടെ ഉണ്ടല്ലോ, അത് ഓർത്തിട്ടാണ് അവൻ കരയുന്നത്. അങ്ങോട്ട് അർജൻറ്റായിട്ട് വാഷ്റൂമിൽ പോകും പിള്ളേർ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ടും നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ബോയ് ഫ്രണ്ടും കൂടി അവിടുന്ന് പറഞ്ഞു വിടാണ് എല്ലാവരെയും. ജൂപ്പിറ്ററിൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്കിത് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ജൂപ്പിറ്ററിന് വലിയ സീനാണ്, കാരണം അവൻ്റെ വീട്ടിൽ അവൻ ഇങ്ങനത്തെ ഒരു സെക്ഷുവാലിറ്റിയിലുള്ള ആളാണെന്ന് അറിയത്തില്ല, അതാണ് അവൻ എത്രയും കൂടുതൽ ഹേർട്ടായത്. അപ്പം നമ്മുടെ ഫ്രണ്ട് പറയാണ്, അവൾ പറയുന്നുണ്ട്, വീഡിയോ എടുത്ത ആളെൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ നല്ല രീതിക്ക് ഇടിച്ച് ഒരു പരിവാക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് തന്നെ വേറെ ആൾക്കാർ വരുമ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്, അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോകാനായിട്ട് അവൾ പറഞ്ഞും വിടുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മുടെ പീക്കും ഗേൾ ഫ്രണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ തൻവ അവിടെ വന്നിട്ട്, നിങ്ങളും ഈ മോളിൽ തന്നെയാണ് പോയത്, ഞാൻ അവിടെയാണ് പോയത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ലാറ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന്. അപ്പോൾ ജെനി പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജെനിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്, തന്മ എന്നെ അസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സാധനങ്ങൾ കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ക്യാബേജും ഫോർക്കും വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൻവേനെ പറ്റി അവൾ കൂടുതൽ അറിയുന്നുണ്ട്. പീക്കിൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. തൻവേനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് പീക്കിനെ പറ്റിയുള്ള അഭിപ്രായം, എന്താണ് അവനോടുള്ള ഫീലിങ്സ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും തൻവ പറയാണ്, നീ പേടിക്കണ്ട, എനിക്ക് വേറെ ഒരാളുണ്ടായിരുന്നു, ഇപ്പം സ്റ്റില്ലില്ലെങ്കിലും അവനെ ഞാൻ നോക്കത്തില്ല, നീ പേടിക്കണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന് പറയാണ്. എന്നിട്ട് പീക്കായിട്ടുള്ള പണ്ടത്തെ കാര്യങ്ങൾ പറയുകയാണ്. അവൻ ഭയങ്കര ഫണ്ണി ആയിരുന്നു, പിന്നെ അച്ഛനോട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഓടിപ്പോവും, അവനെ കണ്ടുപിടിക്കലാണ് എൻ്റെ ജോലി, അങ്ങനെ ആയാണ് എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് വരെ ഞാൻ ബുക്ക് ചെയ്തത് അവന് വേണ്ടിയിട്ടെന്ന്. എന്നിട്ട് നമ്മുടെ പീക്കിന് ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, അങ്ങനെ അത് പീക്ക് കഴിക്കുന്നുണ്ട്, പീക്കിന് നല്ല ഇഷ്ടമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, തൻവയാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയാണ്. അപ്പോൾ ലേറ്റിനോട് പറയുന്നുണ്ട് ആൽമണ്ടിന് കൊടുക്കാൻ. അപ്പോൾ ആൽമണ്ട് പറയാണ്, എനിക്ക് വിശക്കുന്നില്ല, നിങ്ങളെല്ലാവരും കഴിച്ചോളൂ, എനിക്ക് മതിയായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ലേറ്റും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെനി പറയാണ്, എൻ്റെ മൈൻഡ് ഞാൻ മാറ്റി, എനിക്കിന്ന് പാത്രം കഴുകാൻ വയ്യ, നിങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ആൽമണ്ട് മരിച്ച പോലെ കിടക്കാണ്. അവന് യാതൊരു റിയാക്ഷനും ഇല്ല, അവൻ്റെ പേര് വിളിച്ചിട്ട് പോലും അവൻ കേൾക്കുന്നില്ല, അവൻ അങ്ങനെ ഡെസ്പായിട്ട് കിടക്കാണ്. നമ്മുടെ ലേറ്റ് വന്ന് അവനെ പൊക്കിയെടുക്കുന്നുണ്ട്, പക്ഷെ അവൻ വരാൻ കൂട്ടാക്കുന്നില്ല, അവൻ അവിടെ താഴെ ഇരുന്ന് ഉരുണ്ട് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ലേറ്റ് അവനെയും പൊക്കിയെടുത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ടാക്സിയിൽ കയറ്റാണ്. അവർ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാണ് ഗേറ്റ് അടച്ചില്ല എന്നുള്ള കാര്യം അവൻ ഓർക്കുന്നത്. തിരിച്ചു വന്ന് അവൻ ഗേറ്റ് അടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് പിന്നെയും ആൽമണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നെ അവൻ പിടിച്ചകത്തേക്ക് കയറ്റിയിട്ടാണ് ലേറ്റ് അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ ആൽമണ്ടിനെയും കൊണ്ട് അവൻ പോകുന്നത് സിങ് ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ആൽമണ്ട് പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമൊന്നുമില്ല, ഞാൻ ആ മൂഡിലല്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അറിയാതെ നമ്മുടെ ആൽമണ്ടിൻ്റെ കൈ ലേറ്റിൻ്റെ മുഖത്ത് കൊള്ളും. അപ്പോൾ അവൻ സോറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റ് ദേഷ്യപ്പെട്ടിട്ട് പറയും, നീ ആ മൂഡിലല്ലായിരിക്കും, പക്ഷെ ഞാൻ ആ മൂഡിലാണ്, ഞാൻ പറയുന്നത് മാത്രം
മാത്രം നീ അനുസരിച്ചാൽ മതി, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയോ എന്നൊക്കെ ഭീഷണിപ്പെടുത്താണ്. എന്നിട്ട് അവനെ എടുത്തോണ്ട് അതിൻ്റെ അകത്തേക്ക് പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആൽമണ്ട് പറയുന്നുണ്ട് ലേറ്റ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോഴേക്ക് ലേറ്റ് പറയുന്നുണ്ട് ഞാൻ നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുവന്നതല്ല, എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ആ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അവൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഡെസ്പായോണ്ട് നിന്നെ ചിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പാർട്ടി ഒരുക്കിയേക്കണത്, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇവിടെ പാടാം എന്ന് പറയുമ്പോഴേക്കും ആൽമണ്ട് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചിട്ട് കരയാണ്. കാരണം അവൻ്റെ ഇത്ര മോശം സിറ്റുവേഷനിലും അവൻ്റെ ഫ്രണ്ട്, അതായത് അവർ രണ്ടുപേരും അവൻ എത്ര രീതിയിലാണ് ചിയർ ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് അവൻ കരയുന്നത്. അങ്ങനെ അവർ നല്ല രീതിക്ക് പാട്ട് പാടുന്നുണ്ട്. ആൽമണ്ട് പയ്യെ പയ്യെ അവൻ്റെ സങ്കടമൊക്കെ മറന്ന് പാർട്ടി എൻജോയ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ശരിക്കും ഇങ്ങനത്തുള്ള ഫ്രണ്ട്സാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. നമ്മൾക്ക് എന്തെങ്കിലും മോശം സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജീവിതം തന്നെ നല്ല രസമായിട്ട് മാറും. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ലൈറ്റ് ആൽമണ്ടിന് ഒരു സ്ട്രോബെറിയുടെ ഒരു പിക്ചറുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ വാങ്ങിച്ചിട്ട് പറയുകയാണ് ഇത് ക്യൂട്ടാണ്, ഇത് ചെറുതാണല്ലോ എന്ന് പറയുമ്പോൾ ലൈറ്റ് പറയുന്നുണ്ട് നിനക്കെന്നാൽ അത് വേണ്ടെങ്കിൽ തിരിച്ചു തരാൻ പറയുമ്പോഴേക്കും നമ്മുടെ ആൽമണ്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ആയി, ഇനി ഞാനിത് ആർക്കും കൊടുക്കില്ല എന്ന്. അങ്ങനെ വീടാണ് കാണിക്കുന്നത്. വീട്ടിൽ ജെനി ഇരുന്ന് കോഫി കുടിക്കുകയാണ്. തൻവേനോട് ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തൻവേനോട് പറയുന്നുണ്ട് നമ്മുടെ പീക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഫണ്ണിയായിരുന്നു, എന്തൊക്കെ പൊരുത്തക്കേടാണ് അവൻ കാണിക്കുന്നത്, പക്ഷെ അവൻ്റെ അച്ഛനും അവനും തമ്മിൽ എപ്പോഴും തല്ലാണ് എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ തൻവേനോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ പീക്കിന് പോർക്ക് വെച്ചിട്ടുള്ള, അതായത് മീറ്റ് പോർക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ തൻവ ഓർക്കുന്നുണ്ട് പണ്ട് ഇവൻ മീറ്റ് പോർക്ക് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചിട്ട് നമ്മുടെ പീക്ക് നല്ലതാണ് അടിപൊളിയാണെന്നൊക്കെ കോംപ്ലിമെൻറ്റ് പറയുന്ന കാര്യമാണ് തൻവ ഓർക്കുന്നത്. അപ്പോൾ തൻവ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അവനത് കള്ളം പറഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. സത്യത്തിൽ പീക്കിന് അത് ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു അവൻ അങ്ങനത്തെ ഒരു റിവ്യൂ പറഞ്ഞത്. അപ്പോഴേക്ക് നമ്മുടെ ജെനി പറയുന്നുണ്ട് ഡാഡി ഭയങ്കര പാവമാണ്, അതായത് പീക്കിൻ്റെ അച്ഛൻ ഭയങ്കര പാവമാണ്, അത് പറഞ്ഞു തീരലും പീക്കിൻ്റെ അച്ഛൻ്റെ കോള് വരലും ഒരുമിച്ചാണ്. അപ്പോൾ ജെനി പറയുന്നുണ്ട് അങ്കിളെ ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, അവന് കുറച്ചും കൂടി ടൈം വേണമെന്ന്. അപ്പോഴേക്കും നമ്മുടെ തൻവൊക്കെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അവൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്. ജൂപ്പിറ്റർ ആണെങ്കിൽ അവൻ എപ്പോഴും പോകാറുള്ള ക്ലബ്ബിൽ ഫുട്ബോൾ കളിക്കാൻ ചെല്ലാണ്, പക്ഷെ അവിടുത്തെ കോച്ച് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് വൈറലായതുകൊണ്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ ക്ലബ്ബിൽ അവസരം ഇല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാണ്. ജൂപ്പിറ്ററിൻ്റെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ട് സാരില്ല, ഇതൊന്നും വലിയ കാര്യമല്ല, നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാം, പിന്നെ ഇതൊക്കെ നോർമലാണ്, ഇവിടുത്തുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ സങ്കടപ്പെടുന്ന നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനെ ചീർ ചെയ്ത് അവിടുന്ന് പോവുകയാണ്. രാത്രിയാകുമ്പോൾ വീട്ടിൽ എല്ലാവരും കൂടി ഡിന്നർ കഴിക്കുകയാണ്. പീക്ക് മാത്രം അവിടെ ഇല്ല. അപ്പം നമ്മുടെ ആൽമണ്ട് ചോദിക്കുന്നുണ്ട് തൻവ നീ വലിയ സ്ട്രെസ്ഡ് ആണോ, കാരണം നീ ഇത്ര അധികം ഫുഡ് ഉണ്ടാക്കിയേക്കുന്നു, നിനക്ക് അങ്ങനെ സങ്കടം വരുന്ന സമയത്താണല്ലോ നീ കൂടുതൽ ഫുഡ് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ പറയില്ല നമ്മളിവിടെ കുറേ ആൾക്കാരില്ലേ അതുകൊണ്ടാണ് ഇത്ര അധികം ഫുഡ് ഉണ്ടാക്കിയേക്കുന്നത്, പക്ഷേ പീക്കില്ലാതെ പോയത് ഭയങ്കര നഷ്ടമായി എന്ന് ലേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൽമണ്ടും പറയുന്നുണ്ട് പീക്ക് വല്ല പുറത്തൊന്നും കഴിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ടിട്ട് നമ്മുടെ തൻവ പുറത്ത് പോയി നോക്കുമ്പോൾ മാത്സ് തൻവക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്, നീ ഒന്ന് വാതിൽ തുറക്കും ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും തൻവ വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവൻ മേടിച്ച ഫുഡ് നമ്മുടെ തൻവക്ക് കൊടുക്കുകയാണ്. തൻവ അതുകൊണ്ട് കിച്ചണിൽ വെക്കുന്നുണ്ട്. നമ്മുടെ ആൽമണ്ട് ലേറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, അതായത് മാത്സ് ചോദിക്കുന്നുണ്ട് എനിക്കൊരു ചാൻസും കൂടി താ, നമുക്ക് പണ്ടത്തെ പോലെ പാച്ചപ്പ് ആവാം, ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് തൻവ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് തൻവയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് അവൻ. എന്നിട്ട് പറയുന്നുണ്ട് പ്ലീസ് എനിക്കൊരു ചാൻസും കൂടി തരാൻ പറയുന്നുണ്ട് നമ്മുടെ മാത്സ്. തൻവ അപ്പോൾ ആലോചിക്കുകയാണ് പീക്കും അവളും തമ്മിൽ ജെനിയും തമ്മിലുള്ള കോംബോവും അവരെ കല്യാണം നടക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഫാമിലിക്കും അതാണ് ഇഷ്ടം, അവനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവനായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവൻ്റെ ഫാമിലി എഫക്റ്റ് ആവും എന്നൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മാത്സിനോട് തന്നെ പറയാണ് ഓക്കെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാം, എസ് ആണെന്ന് പറയാണ്. അങ്ങനെ തന്നെ മാത്സിന് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ തൻവേനെ കെട്ടിപ്പിടിച്ച് കവളത്തൊരു കിസ് കൊടുക്കുന്ന സമയത്താണ് നമ്മുടെ തൻവ നോക്കുന്നത്
ഇതെല്ലാം കണ്ടുകൊണ്ട് പീക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പീക്കിനാകെ സങ്കടമായിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പീക്കിനെ കണ്ടുകൊണ്ട് മാത്സ് പറയുന്നുണ്ട്, ഞാൻ തൻവയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്, ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു, ഇപ്പോൾ പാക്കപ്പ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പീക്കിന് ഇത് കണ്ടിട്ട് നല്ല രീതിക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നുണ്ട്. അവനൊന്നും മിണ്ടാതെ തന്നെ നമ്മുടെ തൻവേനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. തൻവ ഫുഡ് കഴിക്കാൻ പറയുമ്പോഴേക്കും ഞാൻ ഓൾറെഡി കഴിച്ചതാണ്, നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്.